من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയെന്നോണം ചില കാര്യങ്ങൾ തുടർന്ന് പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീനും അതിന്റെ കൂടെയുള്ളവരും ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കുകയും ശിർക്കിലേക്ക് നീങ്ങുകയും അന്ധവിശ്വാസനാചാരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംഘടന പുലർത്തി മുന്നോട്ട് പുറത്തുപോയത് എന്ന് മടവൂരികൾ ഇപ്പോൾ നൊണ്ടിന്യായം പറയുന്നുണ്ട്. അത് തന്നെ യഥാർത്ഥത്തിൽ അവരാദ്യം പ്രചരിപ്പിച്ചതിനെതിരാണ്. അവർ പറഞ്ഞത് ആശയപരമായി ഒരു വ്യത്യാസമില്ല, എല്ലാവരും ഒന്ന് തന്നെയാണ്, ഞങ്ങൾക്ക് ആശയവ്യതിയാനില്ല എന്നവർ സമ്മതിച്ചാൽ മാത്രം മതി. പിന്നെന്താ പ്രശ്നം? സാമ്പത്തികമാണ് പ്രശ്നം, അധികാരമാണ് പ്രശ്നം, അധികാരമോഹികളായ ആളുകളെ കയറ്റിയിരുത്താനുള്ള ശ്രമമാണ്. അതുപോലെ AP കട്ടു, അവര് കട്ടു, ഇവര് കട്ടു, അങ്ങനെ ഇത് ഈ കുപ്രചരണമാണ് നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പൊ അവരെന്നെ പറയാണ് ആശയമാണ് പ്രശ്നം, ഇവർക്ക് കുറെ പുതിയ ആശയങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തു പോകുന്നത്. അപ്പൊ പണ്ട് പറഞ്ഞ നുണയാണെന്ന് ഇപ്പൊ അവരെന്നെ സമ്മതിക്കുകയാണ്. ആശയം തന്നെയാണ് പ്രശ്നം എന്ന് പുറത്തു പോയപ്പോ ഇവർ പറഞ്ഞ പത്രവാർത്തയിലുണ്ടായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള രണ്ട് ചിന്താധാരകൾ തമ്മിലാണ് ഇതുവരെ ആശയ സംഘടന നടന്നു വന്നിരുന്നത്. അപ്പൊ രണ്ട് ചിന്താധാര ഉണ്ട്. ഒരു സംഘടനക്കകത്ത് രണ്ട് ചിന്താധാര പറ്റുമല്ലോ, ഒരു ചിന്താധാരയെ പറ്റുള്ളൂ. കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുമ്പോ അന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കയിലുണ്ടായിരുന്നു. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞപ്പോ അവരെ ചിന്താധാര വേറെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവര് പുറത്തുപോയി. പിന്നെ കുറച്ചു കാലം കൂടി കഴിഞ്ഞ് നമ്മളെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചപ്പോ KC അബ്ദുള്ള മൗലവിക്കും മറ്റുമൊക്കെ തോന്നി അബുൽ ആല മൗദൂദിയുടെ രാഷ്ട്രീയ ലൈനാണ് ശരി, മുജാഹിദുകളുടെ രാഷ്ട്രീയ ലൈൻ ശരിയല്ല. അദ്ദേഹം ഒരുപാട് ഇസ്ലാമി പ്രസ്ഥാനത്തിനോട് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ചിന്താധാര മാറ്റി, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയൻ ചിന്താധാരയിലേക്ക് പോയി. അങ്ങനെ ഓരോ ചിന്താധാരക്കാട് ഇടക്കാലത്ത് നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ മടവൂരിയൻ ചിന്താധാരയുമായി കുറച്ചാളുകൾ വന്നപ്പോ ആ ഇഖ്വാനിയൻ ചിന്താധാരക്കാർ ഇന്ന് പുറത്തുപോയി. ആശയം തന്നെയാണ് പ്രശ്നം. മറ്റതൊക്കെ ആളുകളെ മുമ്പിൽ പറഞ്ഞു നിൽക്കാൻ വേണ്ടി പെട്ടെന്ന് ക്ലിക്കാകുന്ന ആരോപണം എന്നുള്ള നിലക്കാണ് സാമ്പത്തിക ആരോപണങ്ങളും വ്യക്തിഹത്യകളും ഒക്കെ ഇവർ നടത്തിയത് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് ശിർക്കിലേക്കും കുഫ്റിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വർത്തമാനം പത്രം വായിക്കുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കും. ശിർക്കിനെയും കുഫ്റിനെയും താലോലിക്കുന്ന ബഹുദൈവത്വ കേന്ദ്രങ്ങളിൽ നടക്കുന്ന മുഴുവൻ വൃത്തികേടുകളും ഒപ്പിയെടുത്ത് ആയിരക്കണക്കിന് കോപ്പിയടിച്ച് ആളുകളെ മുമ്പിൽ എത്തിക്കുക എന്ന ദൗത്യമാണ് വർത്തമാനം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പത്രമല്ലേ, അങ്ങനെയൊക്കെ വേണ്ടിവരും എന്നാണ് ഇപ്പോൾ അവർ അതിനെ ന്യായീകരിക്കുന്നത്. മാധ്യമം ഇറങ്ങിയ കാലത്ത് മാധ്യമത്തിലെ പരസ്യത്തെ എതിർത്തുകൊണ്ട് നമ്മൾ എഴുതിയത് മറന്നോ? ശബാബിനുണ്ട് പരസ്യകലയിലെ ധർമാധർമ്മങ്ങൾ, അത് തിരുത്തിയിട്ടില്ല. അത് ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അന്ന് എഴുതിയതാണ്. അന്ന് മാധ്യമമായിരുന്നു മുമ്പിൽ കണ്ടിരുന്നത്. ഇന്ന് ആ മാധ്യമത്തെയൊക്കെ കടത്തിവിട്ടുന്ന തരത്തിൽ അശ്ലീല പരസ്യങ്ങളും ആഭാസങ്ങളും എന്ന് മാത്രമല്ല, ഇപ്പോൾ ശുദ്ധ ശിർക്കിനെ പോലും ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് ഇവരെത്തിപ്പെട്ടിരിക്കുകയാണ്. ഇവർ പത്രം തുടങ്ങിയ കാലത്ത് എന്താ പറഞ്ഞത്? ഇത് ശബാബ് ഏറ്റെടുത്തിട്ടുള്ള തൗഹീദി പ്രബോധന ദൗത്യത്തിന്റെ തുടർച്ചയാണ്. തൗഹീദി പ്രബോധന ദൗത്യം ശബാബ് ഏറ്റെടുത്ത്, ശബാബ് മാത്രം പോരാ, വാരിക പോരാ, ദിനപത്രം തന്നെ വേണമെന്ന് ആളുകൾ പറയുന്നത് കൊണ്ട് തൗഹീദി പ്രബോധനത്തിനൊരു താങ്ങായിക്കൊണ്ടാണ് നമ്മൾ ഈ പത്രം തുടങ്ങുന്നത് എന്നാണ് പറഞ്ഞത്. ഹുസൈൻ മടവൂർ തന്നെ വർത്തമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ ആ ഭാഗം ആദ്യമായി നിങ്ങളൊന്ന് കേൾക്കുകയും അതുപോലെ തന്നെ സ്വദേശാഭിമാനിയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവാളായി പ്രവർത്തിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ അല്ലമീനും അതുപോലുള്ള പത്രങ്ങളൊക്കെയാണ് നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ വായിച്ച ആളുകൾക്ക് ഉത്ബുദ്ധമുണ്ടായി, രാഷ്ട്രീയ ബോധമുണ്ടായി, സാംസ്കാരിക രംഗത്തെക്കുറിച്ച് അവബോധമുണ്ടായി. ഇതെല്ലാം തന്നെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ വളർന്നുവരുന്ന സമൂഹത്തിന് അനിവാര്യമാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ആ പാരമ്പര്യത്തിന്റെ പൈതൃകമാണ്
ശബാബ് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് ഒരിക്കലും മറക്കാതിരിക്കുക. കാലം മാറുകയാണ്. എനിക്കിവിടെ പറയാനുള്ളത്, ദൈവാരികയായി ആരംഭിച്ചിട്ടുള്ള ശബാബ് ആ കഠിനമായ പരീക്ഷണ പ്രയാസാലയത്വങ്ങൾ അതിജീവിച്ച് പിന്നീട് വാരികയായിട്ട് എത്ര കാലമായി ഇത്? ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദമാണ് യഥാർത്ഥത്തിൽ വളർച്ചയുടെ പ്രചോദനം. ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ആവശ്യമാണ് യഥാർത്ഥത്തിൽ വളർച്ചയുടെ പ്രചോദനം. ഈ ശബാബ് നിർവഹിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നതിന് കരുത്തും ശക്തിയുമുള്ള ദിനപത്രമാണ് ഇനി ആവശ്യമായിട്ടുള്ളത്. അത് ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ അനുയായികൾ എത്തിച്ചേരുമ്പോഴാണ് നേതൃത്വത്തിന് അതിന് ധൈര്യം വരിക. നമുക്ക് പത്രം നടത്താൻ കഴിയുമോ? അതിലുണ്ടാകുന്ന കാര്യങ്ങൾ പിന്നെയും വിമർശനമാകുമോ? അതൊരു പക്ഷേ തൗഹീദുമായി ഏറ്റുമുട്ടുമോ? ഇങ്ങനെ ആലോചിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയും, തിരയടങ്ങിയിട്ട് തോണിയിറക്കാൻ ആർക്കും ഒരിക്കലും സാധ്യമാകില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, പുതിയ ലോകത്തെ മുമ്പിൽ കണ്ടുകൊണ്ട്, ആധുനിക വീക്ഷണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ തൗഹീദിന് താങ്ങാകുവാനും തൗഹീദിന്റെ വളർന്നു വന്ന പ്രകാശം പന്തലിച്ചു നിൽക്കുന്ന അതിന്റെ അനുഭവം ലോകത്തിന് മുഴുവൻ എത്തിച്ചു കൊടുക്കാനും സാധിക്കണം. കണ്ടോ, ഇവിടെ മടവൂരിന്റെ ചിത്രം കണ്ട് ഞങ്ങള് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മാന്യതയ്ക്ക് യോജിച്ച ഒരു പടം നമ്മളിട്ട്. മടവൂരിങ്ങനെ വായുമ്പോൾ നിൽക്കണ ക്ലിപ്പി അങ്ങ് കിട്ടാഞ്ഞിട്ടാ. അദ്ദേഹത്തിന് എത്ര പ്രസംഗമുണ്ട്. ഒരു പ്രസംഗത്തിൽ തൊള്ളങ്ങോട്ട് പൊളിച്ച പാടം സ്റ്റില്ലാക്കി എടുത്തിട്ട് അത് ഇവിടെ ഇങ്ങനെ കാണിച്ചൂടെ? ഇവിടെ എന്റെ ക്ലിപ്പ് കാണിച്ചു, എങ്ങനെ ഞാനിങ്ങനെ വായുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അതാണ് നിങ്ങളെ സംസ്കാരം. നിങ്ങളെ സംസ്കാരം ഞങ്ങളെ സംസ്കാരം